Hello dear law aspirants, welcome to JobSecura Eminence. കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം വരുന്ന ഫോൺ കോളുകൾ ക്ലീ 2023ന്റെ തീയതി വന്നു. അതിന് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ? ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഈ പരീക്ഷ എപ്പോൾ നടക്കാനാണ് സാധ്യത, ഇതിന് തയ്യാറെടുക്കേണ്ടതെന്ന്, സിലബസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ത്, അപേക്ഷിക്കേണ്ട തീയതികളായോ, ഇതെല്ലാം ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുകയാണ്. ഒരുപാട് കുട്ടികളാണ് ചോദിക്കുന്നത് 2023 ക്ലീ 5 ഇയറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, 3 ഇയർ പരീക്ഷ എപ്പോൾ നടക്കാനാണ് സാധ്യത. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഓരോരുത്തരും ചോദിക്കാനുള്ള കാരണം എന്താ, തീയതി അറിയുക എന്നതിനേക്കാൾ നമ്മൾ തയ്യാറെടുക്കേണ്ട സമയമായോ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലെനിക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ തയ്യാറെടുക്കേണ്ട സമയമായി. ക്ലീ 2023ൻ്റെ തീയതി കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം വലിയൊരു ഡിലേ വരാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ലോ എൻട്രൻസിൽ ഒരു കേരളത്തിലെ വിദ്യാർത്ഥിക്ക് എഴുതാവുന്ന പ്രധാനപ്പെട്ട തീയതി എക്സാംസായി നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മെയ് 6-നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എക്സാം നടക്കുന്നത്. JMI ഓൾസോ മെയ് 6-നാണ് നടക്കുന്നത്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഡേറ്റ് മെയ് 14-നാണ്. CUET മെയ് ലാസ്റ്റോടുകൂടി നടക്കും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. MG യൂണിവേഴ്സിറ്റി മെയ് 6-നാണ് പരീക്ഷ എന്ന് നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈ ഫ്രണ്ട്സ്, എന്താണ് നമുക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്യാനാകുന്നത്? പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ മെയ് ജൂൺ മാസത്തിലേക്ക് ഓൾറെഡി ഷെഡ്യൂളായി വരുന്നു. അതുകൊണ്ട് നിലവിൽ ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ, ക്ലീ 2023ൻ്റെ നോട്ടിഫിക്കേഷനോ തീയതിയോ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മറ്റു പരീക്ഷകളുടെ തീയതികളും അതിൻ്റെ ഒരു ട്രെൻഡും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ വലിയ ഡിലേ ഉണ്ടാകാൻ സാധ്യതയില്ല. മെയ് അവസാനത്തേക്കോ ജൂൺ ആദ്യ പകുതിയിലേക്കോ ക്ലീ 2023ൻ്റെ എക്സാം നടക്കാനാണ് സാധ്യതയുള്ളത്. എക്സാം നടക്കുന്നത് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആവുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ് വി വിൽ ഹാവ് ടു സെറ്റ് ദ ടോൺ ഫോർ അവർ പ്രിപ്പറേഷൻ. അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്താണ്, അതിനെങ്ങനെ തയ്യാറെടുക്കണം, ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ മൈ ഫ്രണ്ട്സ്, ക്ലീയുടെ തീയതി വന്നില്ല എന്ന് കരുതി നമ്മളുടെ തയ്യാറെടുപ്പ് സ്ലോ ഡൗൺ ചെയ്യരുത്. ഒരു ലോ ആസ്പിറൻസിന് എഴുതാവുന്ന മറ്റ് 6-7ഓളം മറ്റ് പരീക്ഷകൾ ഏതാണ്, അതിൻ്റെ രീതി എന്താണ്, അതിൻ്റെ ഡേറ്റുകൾ, ഇവയെല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ മേലെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. കാരണം ക്ലീയുടെ തീയതി വന്നിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇതിൽ 6-7 പരീക്ഷകളുടെ തീയതി ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോ ടെസ്റ്റിൻ്റെയും സ്പെസിഫിക് കോർ ഏരിയാസ് മനസ്സിലാക്കി വേണം നിങ്ങൾ തയ്യാറെടുക്കാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് ലോജിക് റീസണിങ് വളരെയധികം ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയയാണ്. അതിനൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. അതിന് പ്രോബബ്ലി ഒരു കോച്ചിങ്, ഒരു മെൻറ്ററിങ് ആവശ്യമാണ്. ബിക്കോസ് ലോജിക് റീസണിങ് ഈസ് നോട്ട് ആൻ ഏരിയ വിച്ച് വി ആർ നോട്ട് സോ ഫെമിലിയർ ഈവൺ ഇഫ് യു ഡു എനി സ്ട്രീം ഇൻ +2 നമ്മൾ ഏത് സ്ട്രീം ചെയ്താലും ലോജിക് റീസണിങ് അത്ര സ്ട്രോങ് ആക്കിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഓരോ പരീക്ഷയ്ക്കും ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. ജനറലി എന്നിരുന്നാലും ക്ലീയിൽ വരുന്ന ഒരു സിലബസാണ് ഞാൻ ബ്രീഫായിട്ട് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് വരാൻ ഏരിയയുള്ള 4 പ്രധാന ഏരിയാസാണ്. ഇംഗ്ലീഷിൽ നിന്ന് 50 to 60 ക്വസ്റ്റ്യൻസ് വരെ ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. ഇംഗ്ലീഷിൽ ചോദിക്കാൻ സാധ്യതയുള്ള പാറ്റേൺ എന്താണ്, അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റ് പേപ്പറിലുണ്ടായ ചാലഞ്ച് എന്തായിരുന്നു, ഇതെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ നമ്മളുടെ ചാനലിൽ ഉടൻ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ആൻഡ് GK വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിന് ഒരു പ്രിപ്പയർ ചെയ്യാൻ ഒരു രീതിയുണ്ട്, ഒരു സ്ട്രാറ്റജിയുണ്ട്. 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന് അറൗണ്ട് 45-50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 65-70 ക്വസ്റ്റ്യൻ ആണ് ലീഗലിൽ നിന്ന് വരുന്നത്. സോ ദിസ് ഈസ് ദ ജനറൽ സിലബസ് ഫോർ ഓൾ ദി എക്സാംസ്. അതായത് ക്ലീയുടെ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് JMIയിലും AMUയിലും ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്വഭാവം വരുന്നത്. പക്ഷേ ഓരോ ടെസ്റ്റിനും ക്വസ്റ്റ്യൻ്റെ എണ്ണം മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ 25 മുതൽ 30 ക്വസ്റ്റ്യൻ വരെയാണ് ലീഗലിൽ നിന്ന് വരുന്നുള്ളൂ. 150 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിൻ്റെ തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകാൻ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി വിൽ ഹാവ് ടു ലുക്ക് അറ്റ് ഈസ് ഇത്തരം പരീക്ഷകൾക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ട രീതി എന്താണ്?
15 വർഷത്തെ പരിശീലന മേഖലയിലുള്ള അനുഭവം വെച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റാണ് മോക്ക് ടെസ്റ്റ്. രണ്ടാമത് ഡിഫറെൻറ്റ് പോസിബിൾ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസിന് എക്സ്പോസ്ഡ് ആവുക. കാരണം ഇതിൻ്റെ പാറ്റേൺ പല വർഷം പല രീതിയിൽ മാറുന്നുണ്ട്. മൂന്നാമത് നമ്മളെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ടൈം, ഇനി എത്ര ദിവസമാണുള്ളത്, മാക്സിമം പോയാൽ പല പരീക്ഷകളും മെയ് മിഡോടുകൂടി എൻഡോടുകൂടി തീരുന്നുണ്ട്. സോ ഒരു 45 days 60 days ടൈം ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും ഇതിലൂടെ കടന്നു പോവുക, അതിന് നമുക്കൊരു കൃത്യമായ സംഗതി വേണം. നമ്മളുടെ മോസ്റ്റ് സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് തിരിച്ചറിഞ്ഞിട്ട് സ്ട്രോങ് ഏരിയ വെച്ചിട്ട് നമ്മൾ ആ ഫൗളിംഗ് മാർക്ക് വരെ എത്താനുള്ള 100-120 എത്തുകയും വീക്ക്നെസ് ഏരിയയിൽ നിന്ന് മിനിമം ചിലത് സ്കോർ ചെയ്യുകയും, ഇതാണ് നമ്മൾ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പരീക്ഷയുടെയും ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പരീക്ഷയുടെ മോക്ക് ടെസ്റ്റ് എടുത്താൽ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവുള്ളൂ. JMIയും AMUയിലും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ വ്യത്യാസം നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. ഇതെല്ലാം ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ജോബ് സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റിൽ ഡിഫറെൻറ്റ് എക്സാംസിൻ്റെ റിയൽ ടെസ്റ്റുകളുടെ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റുകൾ എടുത്തു നോക്കിയാൽ യു വിൽ ഫൈൻഡ് ദ കോർ സബ്ജക്ട്സ് ഓഫ് ഈച്ച് എക്സാംസ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള സമയം മുന്നിൽ നിർത്തി ആദ്യം വരുന്ന പരീക്ഷ ഏത് എന്ന് മനസ്സിലാക്കി ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പാറ്റേണുകൾ വ്യക്തമാക്കി അങ്ങനെ കുട്ടികളെ തയ്യാറെടുക്കാൻ സഹായിക്കുന്ന ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീമിൻ്റെ ക്രാഷ് ബാച്ച് ഓൾറെഡി ഓപ്പൺ ആണ്. ദ ബാച്ച് ഈസ് ഓപ്പൺ. കുട്ടികളെ നമ്മൾ തയ്യാറെടുപ്പിക്കുമ്പോൾ ഈ സ്ട്രാറ്റജി നമ്മൾ കൃത്യമായി മുന്നിൽ വെക്കാറുണ്ട്. കുറേ പഠിക്കുക എന്നുള്ളതല്ല, വരുന്ന ഏരിയയിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ഉത്തരം എഴുതാനുള്ള ആ റിയൽ ഹൗ എന്നുള്ള തിങ്ക് ചെയ്യാനാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതിൽ നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, ലൈവ് സെഷൻസ് ഓൺ ഈച്ച് സബ്ജക്ട്സ് ഫ്രം അവർ പെർമനൻറ്റ് ഫാക്കൽറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. 15 വർഷത്തെ ജോബ് സെക്യൂരിറ്റിയുടെ ജേണിയിൽ കഴിഞ്ഞ വർഷം 170ഓളം അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നേടാനായത് കുട്ടികളും നമ്മളും കൂടെ കൂട്ടായി എടുക്കുന്ന ആ ജോയിൻ്റ് എഫേർട്ടിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സക്സസ് സ്ട്രാറ്റജി കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തും അവരെ കൊണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് അവരുടെ കോൺഫിഡൻസും അവരുടെ കമ്മിറ്റ്മെൻറ്റും അവരുടെ കോമ്പിറ്റൻസിയും വളർത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ 2023 ഇഫ് യു വിഷ് ടു ഗെറ്റ് ഇൻ ടു പ്രീമിയം ലോ സ്കൂൾസ്, ജോബ് സെക്യൂർ ലോ എമിനൻസിനെ ഫോളോ ചെയ്യുക. ലോ എമിനൻസിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ക്വസ്റ്റ്യൻ ആൻഡ് ഡേ സീരീസ് എന്ന ഇതിൽ വളരെ ലളിതമായി ഒരു ദിവസം ഒരു ചോദ്യം വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ മോർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷനും നമ്മൾ ഈ ഏതെങ്കിലും പരീക്ഷയുടെ തീയതി വരികയോ അതിൻ്റെ ആപ്ലിക്കേഷൻ വരികയോ അതിൻ്റെ ഡേറ്റ്സ് മാറുകയോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ പ്രിപ്പയർ വിത്ത് ദ റൈറ്റ് മൈൻഡ് സെറ്റ്, ബി വിത്ത് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ആൻഡ് മെൻറ്റേഴ്സ്. അതിൽ നമ്മുടെ സുഹൃത്തുക്കളും നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ നിലവാരവും വലിയൊരു ഘടകമാണ്. So JobSecura Law Eminence team is always happy to help each one of you to get into premium law schools of India. Wish you all the best.